ഹായ് ഓൾ, ക്യൂബിറ്റ് ബാങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യൂബിറ്റ് ബാങ്കിങ് യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നൽകുന്നത് ഒരു നോട്ടിഫിക്കേഷനാണ്. ക്യൂബിറ്റ് ബാങ്കിങ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്കെയിൽ 1 ഓഫീസേഴ്സ് പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് മുന്നിലേക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവസരം അല്ലെങ്കിൽ ഒരു വലിയ അവസരം തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് ഞാൻ നിസ്സംശയം പറയും. സോ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് കടന്ന് നോക്കാം. സ്കെയിൽ 1 ഓഫീസേഴ്സായിട്ട് ജനറലിസ്റ്റിലായിട്ട് നമുക്ക് 18 ഒഴിവുകളും എനി ഗ്രാജുവേഷൻ വിത്ത് 60% ഓഫ് ദ മാർക്സ് ഓർ ദ OBC കാൻഡിഡേറ്റ്സിന് 60%ഉം അതേഴ്സ് SC/ST കാൻഡിഡേറ്റ്സിന് 55% മാർക്സുമായിട്ടാണ് നമുക്കിപ്പം ജനറലിസ്റ്റ് കാറ്റഗറിയിലുള്ളത്. ദെൻ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ MBA എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് എ കമ്പൽസറി തിങ്. അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. സോ അത് നിങ്ങളുടെ എക്സാമിനേഷനെയോ മറ്റോ ഒന്നും ബാധിക്കുന്നതല്ല. ഏറ്റവും കൂടുതൽ പേർക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജനറലിസ്റ്റ് സ്കെയിൽ 1 ഓഫീസേഴ്സ് തന്നെയാണ്. സോ അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലീഗലി നിങ്ങൾക്കൊരു ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റ്സ് ഇൻ ഡിസിപ്ലിൻ HR-ലോ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ HR ഓഫീസറായിട്ടും പിന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലായിട്ടും നിങ്ങൾക്ക് അവസരം ഇപ്പോൾ അവൈലബിൾ ആണ്. കൂടാതെ IT ഓഫീസർ 22 ഒഴിവുകളുണ്ട്. ഈ 22 ഒഴിവുകൾ എന്ന് പറയുന്നത് BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇതുപോലുള്ള സബ്ജക്റ്റിനകത്ത് നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് IT ഓഫീസർ അത് 22 ഒഴിവുകളുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ദെൻ ആക്ച്വറി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 ഒഴിവും. ദെൻ ഫൈനാൻസ് സത്യത്തിൽ ഒരുപാട് പേർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രീം തന്നെയാണ്. കാരണം BCom വിത്ത് 60% ഓഫ് ദ മാർക്സ് ഒരു BComകാരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ ഞാൻ നിസ്സംശയം പറയും. മോർ ഓവർ ഫൈനാൻസ് സ്കീമിനകത്ത് നിങ്ങൾ പഠിച്ച അതേ സ്കീമിനകത്തേക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിൽ ഒരു ജോലി ചെയ്യാൻ കൂടിയുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഇത്രയുമാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാവുന്ന പോസ്റ്റുകൾ. ഇനി ഈ കൊടുക്കാൻ സാധിക്കാവുന്ന പോസ്റ്റുകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും MBBS കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് GICയിൽ ഒരു ഡോക്ടർ ആവാൻ കൂടെ സാധിക്കുന്നതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ മറക്കണ്ട. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്നത് മാത്രമാണ്. ഏജ് ക്രൈറ്റീരിയയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഏജ് ക്രൈറ്റീരിയയിൽ നമുക്ക് 21 വയസ്സാണ് മിനിമം ഏജ്, മാക്സിമം 30 ആണ്. ഈ രണ്ട് കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത് നവംബർ 11-ാം തീയതി ഡേറ്റ് വെച്ചിട്ടാണ്. നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ട് എളുപ്പത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ 2 ഡേറ്റുകൾക്ക് ഇടയിലാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ ഇതിന് നിങ്ങൾ ഏജ് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു ജോലിയുടെയും പ്രധാന ഘടകങ്ങളിലൊന്ന് പരീക്ഷയിൽ എന്തൊക്കെ പഠിക്കണം എന്നതും ആഫ്റ്റർ ജോബ് നമുക്ക് എന്തൊക്കെ ആണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്നതാണ്. സത്യത്തിൽ ഇതിനകത്തൊരു സാലറീഡ് പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 85,000 ആണ് നിങ്ങളുടെ ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഒരുപാട് അലവൻസുകൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ആൻഡ് മോർ ഓവർ ഒരു 45,000 മുംബൈയിൽ നിങ്ങൾക്ക് അക്കോമഡേഷനും അവൈലബിൾ ആവുന്നു. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 10ാമത്തെ റീ ഇൻഷുറർ കമ്പനിയാണ് GIC. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ ഇന്ത്യയും ആൻഡ് ഓൾ ഓവർ ദ വേൾഡും ഓഫീസസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിഷ്യൽ പോസ്റ്റിംഗ് മുംബൈ ഹെഡ് ക്വാർട്ടേഴ്സിലും പിന്നീട് മറ്റ് ഓഫീസുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ്. വിദേശത്തുൾപ്പെടെ നിങ്ങൾക്ക് ജോലി എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് GIC നിങ്ങൾക്ക് മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇത്രയുമൊക്കെ സൗകര്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഇത്രയൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവുന്ന ഈ ജോബിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ കൂടെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ജനറൽ സ്ട്രീമിനകത്തേക്കാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പാർട്ട് എയിൽ ഹയർ ലെവൽ റീസണിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് 40 ചോദ്യവും 40 മാർക്കുമാണ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെയാണ് അത് നടത്തുന്നത്. കൂടാതെ പാർട്ട് B എന്ന് പറയുന്നിട്ടുകൊണ്ട് പാർട്ട് B ആയിട്ട് നമുക്ക് ഇവിടെ ഒരു 4 സബ്ജക്റ്റുകളാണുള്ളത്. ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറഞ്ഞ് 20 ചോദ്യം 20 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 25 ചോദ്യവും 25 മാർക്കും, GAയിൽ 20 ചോദ്യം 20 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 15 ചോദ്യം 15 മാർക്ക്. ഇങ്ങനെ രണ്ടാമതൊരു പാർട്ട് B എക്സാമിനേഷൻ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു. ദെൻ പാർട്ട് 3 30 മാർക്സ് ആൻഡ് 3 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് നടത്തുന്ന ഒരു എക്സാമിനേഷനാണ്. ഇതിനകത്ത് 30 മിനിറ്റാണ് പാർട്ട് Aക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള സെഷൻ അതായത് പാർട്ട് Bക്ക് 60 മിനിറ്റും ദെൻ പാർട്ട് Cക്ക് 30 മിനിറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2 മണിക്കൂർ.
ഒരു പരീക്ഷ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ 2 മണിക്കൂറല്ല 2.5 മണിക്കൂറിൻ്റെ ഒരു പരീക്ഷയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ജനറലിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഉള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് സ്ട്രീമിനകത്ത് IT ഓഫീസറോ അല്ല ഫൈനാൻസ് ഓഫീസറോ ഒക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സ്ട്രീം പറഞ്ഞിട്ടുണ്ട്. അവിടെ പാർട്ട് ബിയിലും പാർട്ട് സിയിലും യാതൊരു മാറ്റങ്ങളുമില്ല. പാർട്ട് 1-ൽ മാത്രം, അതായത് ഹൈ ലെവൽ റീസണിങ്ങിന് പകരം അവിടെ നിങ്ങളുടെ പ്രൊഫഷണൽ നോളജിൻ്റെ ഒരു എക്സാമാണ് വരുന്നത്. 40 ചോദ്യവും 40 മാർക്കുമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇത്രയും എളുപ്പത്തിൽ വരുന്ന ഒരു എക്സാമിനേഷൻ, ഇത്രയും സബ്ജക്റ്റുകൾ മാത്രമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ്. ജനുവരി 5-നാണ് പരീക്ഷ എന്നതാണ്. മറ്റു ബാങ്കുകൾ എല്ലായ്പ്പോഴും വിളിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ പല കമ്പനീസും വിളിക്കുമ്പോൾ വളരെ വേഗത്തിൽ എക്സാമിനേഷൻ നടക്കാറുണ്ട്. സോ ജനുവരി 5-നാണ് ഇത്രയുമുള്ള ഒരു ടെനറ്റേറ്റീവ് എക്സാം ഡേറ്റ് GIC നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദെൻ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നതാണ്. പുരുഷന്മാർക്ക് 1000 റുപ്പീസിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, പ്ലസ് GST 18% കൂടെ ഉണ്ട്. ബട്ട് സ്ത്രീകൾക്കും വിഡോസ് അതർ കുറച്ച് മെമ്പേഴ്സിന് കൂടെ ഫീ എക്സംഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻസിൽ നിങ്ങൾക്ക് ഫോട്ടോ സ്കാൻ ചെയ്തിട്ടുണ്ടാവണം, ഇതേ സൈസിനകത്ത് തന്നെ വരണം. ദെൻ സിഗ്നേച്ചർ, നമ്മൾ നോർമൽ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതുമായിരിക്കുമെന്ന് കരുതുന്നു. കൃത്യമായിട്ട് ഈ ഫോട്ടോ സൈസിനകത്തേക്കും സിഗ്നേച്ചേഴ്സും ഇതേ സൈസിനകത്തേക്ക് എത്തിക്കുക എന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, അപ്ലോഡ് ചെയ്യുമ്പം സ്കാൻ ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും മാറിപ്പോകാറുണ്ട്. ചിലർക്ക് പ്രോപ്പർ സൈസിലായിരിക്കില്ല, ഇൻവേർട്ടൊക്കെ ആയിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട്. ആൻഡ് മോർ ഓവർ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഇങ്ക് തന്നെ യൂസ് ചെയ്യുകയും തമ്പ് ഇംപ്രഷനിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും യാതൊരു കുഴപ്പമില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം. അപേക്ഷ അയക്കുന്ന സമയങ്ങളിൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല, ബട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോഴാണ് അതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് മാറാറുള്ളത്. സോ ടേക്ക് കെയർ വിത്ത് ദാറ്റ് ഓൾ തിങ്സ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷ അയക്കേണ്ട ഒരു വെബ്സൈറ്റ് അതിന് മുന്നേ ആയതുകൊണ്ട് ആ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്കുകളും അവൈലബിൾ ആവുന്നതാണ്. ദെൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ഹിയർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ദെൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റ് രജിസ്ട്രേഷനും വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫീസുള്ള ആളുകളെ സംബന്ധിച്ച് ഫീസ് അടക്കാനുള്ള മോഡുകൾ അവൈലബിൾ ആണ്. GPay ഉൾപ്പെടെയുള്ള IMPS പോലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫീസുകളും മറ്റു കാര്യങ്ങളും ചെയ്യുക. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കഴിയുന്നത്ര വേഗത്തിൽ തന്നെ അപേക്ഷ അയക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം. കാരണം നമ്മൾ പലപ്പോഴും അവസാന ദിവസത്തേക്ക് വെക്കുകയും വെബ്സൈറ്റുകൾ ജാം ആവുകയും അല്ലെങ്കിൽ അവസാന നിമിഷം നമ്മൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടുകൊണ്ട് മറന്നു പോവുകയും ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ഒരുപാട് പേരുണ്ടാവാറുണ്ട്. സോ നെവർ ആൻഡ് എവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. മുന്നിൽ കിട്ടുന്ന ഏതൊരു അവസരത്തെയും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എന്നും ജീവിതത്തിലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് കയറിയിട്ടുള്ളത്. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ് തിങ്സ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട സാധനം, ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 19-ാം തീയതി വരെ അവൈലബിൾ ആണ്. ബട്ട് നെവർ ആൻഡ് എവർ ടാർഗറ്റ് ഓൺ 19th ഡിസംബർ. നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം 11-നോ 12-നോ മുന്നേ തന്നെ ആപ്ലിക്കേഷൻ ഞാൻ അയച്ചിരിക്കും എന്നത്. ദെൻ ടെനറ്റേറ്റീവ് എക്സാം ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 5-ാം തീയതിയാണ്, ജനുവരി 5-ന്. സോ ജനുവരി 5-ന് ഈ പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. Until then, bye.